കോട്ട കാക്കാനും കീഴടക്കാനും നടന്ന ചേലക്കര പോരിൽ ജനം കാത്തുവെച്ചതറിയാനുള്ള കാത്തിരിപ്പാണിനി. അതിനു മുൻപേയുള്ള മുന്നണികളുടെ അവകാശവാദങ്ങൾക്ക് ഒട്ടും കുറവില്ല. കണക്കുകൂട്ടലുകൾക്ക് ഒടുവിലും ചേലക്കരയിൽ ജയം അവകാശപ്പെട്ട് LDFും UDFും രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ചേലക്കരയിൽ കണക്കുകൂട്ടലുകളും വിലയിരുത്തലുകളുമായി മുന്നണികൾ തിരഞ്ഞെടുപ്പ് ഫലമറിയാൻ കാത്തിരിക്കുന്നു. വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞെങ്കിലും വിജയപ്രതീക്ഷയിൽ LDFും UDFും കക്ഷികൾക്ക് യാതൊരു കുറവുമില്ല. മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടെന്ന് BJPയും PV അൻവറിന്റെ DMK പിന്തുണച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ NK സുധീറും അവകാശപ്പെടുന്നുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ചേലക്കരയിലെ വോട്ടിംഗ് ശതമാനം 77.45% ഇത്തവണ അത് 72.77% ഒതുങ്ങി. 18,000 വോട്ടിന്റെ വൻ ഭൂരിപക്ഷമാണ് LDF മണ്ഡലം കമ്മിറ്റിയുടെ കണക്ക്. 3,000-ലേറെ വോട്ടിന്റെ ജയമാണ് UDF പ്രതീക്ഷിക്കുന്നത്. വോട്ട് വർദ്ധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJPയും. 1996 മുതൽ തുടർച്ചയായി ജയിച്ചു വരുന്ന സീറ്റ് ഇത്തവണയും കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസമാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ LDF നേതാക്കൾ അഭിപ്രായപ്പെടുന്നത്. UR പ്രദീപിന്റെ ഭൂരിപക്ഷം 18,000 കടക്കുമെന്നാണ് LDF മണ്ഡല കമ്മിറ്റിയുടെ വിലയിരുത്തൽ. ആ വിലയിരുത്തൽ എത്രത്തോളം വാസ്തവമാവുമെന്നത് കണ്ടറിയണം. ബൂത്തടിസ്ഥാനത്തിൽ ലഭിച്ച വോട്ടുകളുടെ കണക്കുകൾ വിലയിരുത്തിയതിന് ശേഷമാണ് പാർട്ടി ഇത്തരമൊരു അനുമാനത്തിലേക്ക് എത്തിയത്. UR പ്രദീപിന് വ്യക്തിപരമായി വൻതോതിൽ വോട്ടുകൾ സമാഹരിക്കാനായി ലോക്സഭയ്ക്ക് സമാനമായ ഇടതുവിരുദ്ധ തരംഗമില്ല, ന്യൂനപക്ഷ വോട്ടുകൾ UDF അനുകൂലമായി ഏകീകരിക്കപ്പെട്ടിട്ടില്ല, BJPയിലേക്ക് ഇടതു വോട്ടുകൾ കാര്യമായി ചോർന്നതായി കാണുന്നില്ല എന്നെല്ലാമാണ് ഇടതിന്റെ വിലയിരുത്തൽ. 5,000-ൽ അധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നതായിരുന്നു വോട്ടെടുപ്പിന് മുൻപ് ഇടതു നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡലത്തിലെ 9 പഞ്ചായത്തിലും ലീഡ് നേടിക്കൊണ്ട് UR പ്രദീപ് വലിയ വിജയത്തിലേക്ക് പോകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. മണ്ഡലം കമ്മിറ്റി ഇത്തരമൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിലും നേതൃത്വം ഇത് പൂർണ്ണമായി വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. എങ്കിലും 10,000 വോട്ടിനെങ്കിലും വിജയിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. UDF ഭരിക്കുന്ന തിരുവല്ലോമലയിൽ അടക്കം UR പ്രദീപ് വോട്ട് പിടിക്കുമെന്നാണ് മണ്ഡലം കമ്മിറ്റിയുടെ കണക്കുകൾ അവകാശപ്പെടുന്നത്. ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും സ്ഥാനാർത്ഥിയുടെ മികച്ച പ്രതിച്ഛായ കൊണ്ട് ഇതിനെ മറികടക്കാൻ കഴിഞ്ഞുവെന്നാണ് ഇടതിന്റെ ആത്മവിശ്വാസം. കഴിഞ്ഞ തവണ 39,400 വോട്ടിനായിരുന്നു K രാധാകൃഷ്ണൻ മണ്ഡലത്തിൽ വിജയിച്ചത്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത് 5,000-ലേക്ക് താഴ്ന്നു. 3,000 മുതൽ 5,000 വോട്ട് വരെ നേടി രമ്യ ഹരിദാസ് വിജയിക്കുമെന്നാണ് UDF ക്യാമ്പ് അവകാശപ്പെടുന്നത്. വള്ളത്തോൾ നഗർ, മുള്ളൂർക്കര, പാഞ്ഞാൾ, വരവൂർ, ദേശമംഗലം തുടങ്ങിയ പഞ്ചായത്തുകളിൽ LDF ലീഡ് പിടിക്കുമെങ്കിലും മറ്റു പഞ്ചായത്തുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുകയും ഇത് വിജയത്തിലേക്ക് എത്തിക്കുമെന്നും അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. വരവൂരിലും വള്ളത്തോൾ നഗറിലും ഒഴികെ ലീഡ് രാധാകൃഷ്ണന് ലഭിച്ചിരുന്ന മുസ്ലിം UDF അനുകൂല വോട്ടുകൾ തിരിച്ചെത്തി. ഇടതിന്റെ പട്ടികജാതി വോട്ടുകൾ BJPക്ക് പോയി. എല്ലാത്തിനും ഉപരിയായി ശക്തമായ ഭരണവിരുദ്ധ വികാരം, ഇതെല്ലാമാണ് UDFന്റെ വിലയിരുത്തൽ. ഈ പറഞ്ഞ പഞ്ചായത്തുകളിൽ UR പ്രദീപ് ലീഡ് നേടിയാലും കഴിഞ്ഞ തവണത്തേതുപോലെ വ്യക്തമായ മേധാവിത്വം LDFനുണ്ടാകില്ല. രമ്യ ഹരിദാസിന് വേണ്ടി നടത്തിയ ശക്തമായ പ്രവർത്തനവും സർക്കാർ വിരുദ്ധ വികാരവും തങ്ങൾക്ക് അനുകൂലമാകുന്നുവെന്നും UDF നേതൃത്വം അവകാശപ്പെടുന്നുണ്ട്. അതേസമയം NK സുധീർ പിടിക്കുന്ന വോട്ടുകൾ ആർക്ക് തലവേദന സൃഷ്ടിച്ചു എന്നറിയണമെങ്കിൽ വോട്ടെണ്ണൽ ദിനം വരെ കാത്തിരിക്കേണ്ടതുണ്ട്.